ഓഡിറ്റോറിയത്തിൽ പന്തലിൽ പ്രഘോഷിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കിയത് കൊണ്ട് ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുകയാണ്. ഇന്ന് വചനം സംസാരിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവകൃപയിൽ സംസാരിപ്പാൻ തക്കവണ്ണം അവിടുത്തെ ദാസന്മാരെ ഏവരെയും സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മാനുഷികമായ ശബ്ദങ്ങൾക്ക് ഒരു ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയില്ല. എന്നാൽ അവിടുത്തെ ഇമ്പമായ ശബ്ദം, അവിടുത്തെ ഹൃദ്യമായ ശബ്ദം കേൾപ്പിച്ച് ചില ഹൃദയങ്ങളെ ആകർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ മഹാകവി കെ ബി സൈമൺ സാറിൻ്റെ ഗാനങ്ങളെ പറ്റിയുള്ള അവതരണം ഇപ്പോൾ നടക്കുവാൻ ആഗ്രഹിക്കുന്നു. അതും കർത്താവെ ഞങ്ങൾക്കെല്ലാവർക്കും വളരെ അനുഗ്രഹകരമായി തീരുവാൻ, അത് നന്നായി അവതരിപ്പിക്കുവാൻ പ്രിയ ദാസനെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ യോഗം ഇതിനാവശ്യമായിട്ട് എല്ലാ അനുകൂല സാഹചര്യവും നൽകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയെ അനുകൂലമാക്കി തന്നിരിക്കുന്നു. അതുപോലെ ശബ്ദം, വെളിച്ചം, ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളെയും അവിടുന്ന് നിയന്ത്രിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ നൽകിയ എല്ലാ അനുകൂല സാഹചര്യങ്ങൾക്കായിട്ട് സ്തോത്രം. സകലവും യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും താഴ്മയായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഈ പ്രോഗ്രാമിന്റെ അവതരണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ജോർജ് കോശി അവരുകളെ ക്ഷണിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മുടെ കൺവെൻഷൻ്റെ അവസാന രാത്രിയിലേക്കാണ് നാം വന്നിരിക്കുന്നത്. ഇത് വചന പഠനത്തിൻ്റെ സമയമാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്നാൽ പതിവ് ചിട്ടവട്ടങ്ങളിൽ നിന്നും തെല്ല് വ്യത്യസ്തമായ ഒരു ശുശ്രൂഷയാണ് ഇനിയും ഉള്ള അല്പസമയം ഇവിടെ നിർവഹിക്കപ്പെടുവാൻ പോകുന്നത്. ഇതും ഒരു പഠനം തന്നെയാണ്. വേദപുസ്തക സംബന്ധിയായ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പരാമർശിക്കപ്പെടുക, ചർച്ച ചെയ്യപ്പെടുക. മഹാകവി കെ വി സൈമൺ 1883 ഫെബ്രുവരി 7 ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും സുമാർ അരനാഴിക പടിഞ്ഞാറ് ഉള്ള കുന്നുംപുറത്ത് തറവാട്ടിൽ ജനിച്ച ആ മഹാനുഭാവൻ. അദ്ദേഹം എനിക്കും നിങ്ങൾക്കും ആരാണ്? അദ്ദേഹം കേരളത്തിലെ വേർപെട്ട ദൈവജനത്തിന് ആരാണ്? അദ്ദേഹം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ആരാണ്? ഒരു പടി കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, കടന്നു പറഞ്ഞാൽ, മലയാള ഭാഷയ്ക്ക് അദ്ദേഹം ആരാണ്, എന്താണ് സംഭാവന ചെയ്തിരിക്കുന്നത്? അതിനെക്കുറിച്ചുള്ളൊരു വിശദമായ പഠനം നാം നടത്തേണ്ടിയിരിക്കുന്നു. അതിലെ ഒരു ആദ്യത്തെ ചുവടുവയ്പ് മാത്രമാണ് ഇന്നത്തെ അടുത്ത ചില നിമിഷങ്ങൾ. ദാവീദ് രാജാവിൻ്റെ ദേവവീണ ഹൃദയത്തിൽ പേറി പമ്പയുടെ തീരജന പദങ്ങളിലൂടെ നടന്നു നീങ്ങിയ ഒരു അവധൂതനാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ മലങ്കരയുടെ മടക്കുകളിൽ നവീകരണത്തിൻ്റെ പുതിയ ജ്വാലകൾ തെളിച്ച മലയാളത്തിൻ്റെ മാർട്ടിൻ ലൂതർ എന്നും അദ്ദേഹത്തെ നമുക്കറിയാം. അദ്ദേഹം എനിക്കെന്നും എല്ലാ കാലത്തും വ്യക്തിപരമായി എനിക്കൊരു കൗതുക പുരുഷനായിരുന്നു, അല്ല ഒരു ഇതിഹാസ പുരുഷനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങളൊന്നും ഞാൻ പാഴാക്കുമായിരുന്നില്ല. ഈ അവസരത്തിൽ ഞാനൊരു കാര്യം ഓർക്കുന്നത്, ഒരു കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ഇടയാറന്മുളയിൽ ചെന്ന് ചില ആഴ്ചകൾ താമസിച്ചൊരു പഠനം നടത്തുവാൻ ഞങ്ങൾ ചിലർക്ക് സാധിച്ചു. ഞങ്ങൾ രണ്ടുപേർ. അന്ന് അദ്ദേഹവുമായി, സൈമൺ സാറുമായി അടുത്ത് ഇടപഴകിയ പല വ്യക്തികളുമായി സംസാരിക്കുകയും അവർ സൈമൺ സാറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കാസറ്റിലാക്കി റെക്കോർഡ് ചെയ്യാനും ഒരു ദൈവകൃപ ലഭിച്ചു എന്ന് ഞാൻ പറയട്ടെ. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു കുട്ടി എന്ന പേരുള്ള ഒരാൾ. ഈ കുട്ടി ചെയ്ത കാര്യം, സൈമൺ സാർ തന്നെത്താൻ അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൻ്റെ കുടുക്കുകൾ ഇടുമായിരുന്നില്ല, കൈ നീട്ടിക്കൊടുക്കുമായിരുന്നു. കുട്ടിയായിരുന്നു സൈമൺ സാറിനെ ഉടുപ്പ് ധരിപ്പിക്കുന്നത്. അങ്ങനെ സൈമൺ സാർ പുറത്തേക്ക് പോകുമ്പോഴും അകത്തേക്ക് വരുമ്പോഴും ഒക്കെയും ഉടുപ്പിടിവിക്കുകയും ഉടുപ്പൂരിക്കുകയും ചെയ്യുന്ന കുട്ടിയുമായി പോലും ഞങ്ങൾക്ക് സംസാരിക്കുവാൻ ചില അവസരങ്ങൾ ലഭിച്ചു. അങ്ങനെ കൂടുതൽ മഹാകവി കെ വി സൈമൺ എന്ന ഈ മഹാപുരുഷനെ അറിയാൻ ശ്രമിച്ചപ്പോഴൊക്കെയും അദ്ദേഹം കൂടുതൽ അകലത്തേക്ക് അകന്നു പോകുന്ന ഒരു ധ്രുവ നക്ഷത്രം പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. 12-ാം വയസ്സിലുണ്ടായ ഒരു ആന്തരികമായ പരിവർത്തനം, അതിനെ തുടർന്ന്
തിരുവചന മന്ത്രങ്ങളുടെ ഉരുക്കഴിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അദ്ദേഹം വിവിധ ഭാഷകൾ പഠിച്ചു. ഒരുപക്ഷെ നമ്മിൽ ചിലർക്കെങ്കിലും അറിയാമായിരിക്കാം, അദ്ദേഹം 11 ഭാഷകളിൽ വ്യുത്പത്തി നേടിയിട്ടുണ്ടായിരുന്നു. മലയാളം കൂടാതെ സംസ്കൃതം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി, അതോടൊപ്പം തന്നെ വിദേശീയ ഭാഷകളായ ഇംഗ്ലീഷ്, ലത്തീൻ, സിറിയക്, ഹീബ്രു, എബ്രായ ഭാഷകളിലൊക്കെ വളരെ പ്രാവീണ്യം നേടിയ ഒരു വ്യക്തി. കേരളത്തിലെ വേർപെട്ട ദൈവജനത്തിന് ലഭിച്ച ഒരു വരദാനമായിരുന്നു മഹാകവി കെ വി സൈമൺ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ വേണ്ട നിലയിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നെനിക്ക് സന്ദേശമുണ്ട്. എന്നാൽ സെക്യുലർ ലോകം അദ്ദേഹത്തെ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. 2-3 വ്യക്തികൾ, സെക്യുലർ ലോകത്ത് നിന്ന് പ്രഗത്ഭരായ 2-3 വ്യക്തികൾ സൈമൺ സാറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അദ്ദേഹത്തെക്കുറിച്ച്, സൈമൺ സാറിൻ്റെ കൃതികളെക്കുറിച്ച്, രചനകളെക്കുറിച്ച് വളരെ വിശദമായി പഠനം നടത്തിയ ഡോക്ടർ സാമുവൽ ചന്ദനപ്പള്ളി ഇപ്രകാരമാണ് സൈമൺ എന്ന വ്യക്തിയെ ക്രോഡീകരിച്ചത്. മഹാകവിയും ഗാനരചയിതാവും വേദഭാഷ്യകാരനും വേദശാസ്ത്രജ്ഞനും നിസ്തുല്യനായൊരു വാഗ്മിയും ചരിത്ര വിഭക്ഷകനും ഗ്രന്ഥകാരനും താർക്കികനും നവീകരണ നേതാവുമൊക്കെ ആയിരുന്നപ്പോഴും ഒരു സാധു ക്രിസ്തു ഭക്തനായി അറിയപ്പെടാനായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം. പൊന്നുപാത സേവയൊന്നിയെ പരനെ എനിക്ക് മണ്ണിൽ ഇല്ല സൗഖ്യമൽപ്പവും എന്ന് അസന്നിഗ്ധം പ്രഖ്യാപിക്കുവാനാണ് അദ്ദേഹം തയ്യാറായത്. പ്രസംഗിച്ചതും പാട്ടുകൾ രചിച്ചതും പാട്ടുപാടിയതും ഖണ്ഡന പ്രസംഗങ്ങൾ നടത്തിയതും പുസ്തകം എഴുതിയതുമെല്ലാം തൻ്റെ ഈശ്വര പൂജയുടെ ഭാഗമായി സൈമൺ നിവേദിച്ചവയായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പൂരക ഘടകമായിട്ടാണ് സാഹിത്യത്തെ അദ്ദേഹം അഭിവീക്ഷിച്ചത് എന്ന് സ്പഷ്ടം. എം തോമസ് എന്ന പ്രഗത്ഭനായ ചിന്തകൻ സൈമൺ സാറിൻ്റെ മുഖ്യകൃതിയായ വേദവിഹാരത്തെ അപഗ്രഥിച്ചതിന് ശേഷം പറഞ്ഞു, വേദവിഹാരത്തിൽ ആവർത്തിച്ച് പ്രകടമായി കാണുന്ന ഭാരതീയ സ്വാധീനം അത് കവിതയുടെ പോരായ്മയല്ല, പ്രത്യുത മേന്മയാണ്. പ്രത്യേകിച്ചും സൈമണിൻ്റെയും മറ്റും കാലശേഷം ആധുനിക ക്രിസ്തീയ മതചിന്തയിൽ ശക്തിപ്പെട്ടിരിക്കുന്ന ദേശീയവൽക്കരണ പ്രവണതയുടെ ആദ്യകാല പ്രണേതാക്കളിൽ പ്രമുഖനാണ് സൈമൺ. അദ്ദേഹത്തെ ആ നിലയിൽ അവരോധിക്കുവാൻ സഹായിക്കുന്നവയാണ് ഭാരതീയ സ്വാധീന വ്യാപ്തി എന്ന് ഡോക്ടർ എം തോമസ് പറയുകയുണ്ടായി. ഒടുവിലായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ താത്വിക ആചാര്യനും അറിയപ്പെടുന്ന സൈദ്ധാന്തികനും 2 ആഴ്ചകൾക്ക് മുമ്പ് മരണമടയുകയും ചെയ്ത പി ഗോവിന്ദപിള്ള, അദ്ദേഹത്തിൻ്റെ വളരെ വിഖ്യാതമായൊരു പുസ്തകമാണ് തെരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ. ഈ തെരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ എന്ന ഈ പുസ്തകം ഏതാണ്ട് 650 പേജുള്ള ഒരു പുസ്തകമാണ്. ഇതിൽ വളരെ പ്രൗഢഗംഭീരമായ ഒരു ലേഖനം മഹാകവി കെ വി സൈമൺ സാറിനെ കുറിച്ചിട്ടുണ്ട്. നാം മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ, നമ്മുടെ പൈതൃകം, നമ്മുടെ പിതൃസ്വത്ത് എന്നൊക്കെ നാം അവകാശപ്പെടുന്ന, അഭിമാനിക്കുന്ന സൈമൺ സാറിനെ കുറിച്ച് നാം തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം കുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാം. അതിനു മുൻപ് അദ്ദേഹം പറയുന്നു, ബ്രദറൻ സഭയ്ക്ക് കെ വി സൈമണെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ എന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ഖണ്ഡിതമായി പറയാൻ ആളല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ആ മഹാനെ ബ്രദറൻ സമൂഹം മാറിയിരിക്കട്ടെ, ഇവിടുത്തെ കേരളത്തിലെ അക്ഷരസ്വാധീനമുള്ള സമൂഹം, സാഹിത്യ ലോകം അംഗീകരിക്കേണ്ടതുപോലെ അംഗീകരിച്ചില്ല. അനർഹമായ ഈ അവഗണന അദ്ദേഹം അവഗണിച്ചു എന്നാണ് പറയുന്നത്. മറ്റ് സാഹിത്യ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. 10 വാള്യങ്ങളും നിരവധി പ്രധാനരെക്കുറിച്ചുള്ള ആവശ്യത്തിലേറെ പരാമർശങ്ങളുമുള്ള വിജ്ഞാനകോശത്തിൽ സൈമണെ പറ്റി പരാമർശമില്ല. ആകെ 568 പുറത്തിൽ പരമുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിൽ കെ വി സൈമണെക്കുറിച്ച് 2 4 ചെറുവാചകങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരി, പ്രവിത്താനം ദേവസ്യ, കാലടി രാമൻ നമ്പ്യാർ, പൊൻകുന്നം സെയ്ദ് മുഹമ്മദ് മുതലായവർക്ക് പോലും സൈമണേക്കാൾ നീണ്ട പരാമർശങ്ങളാണ് സാഹിത്യ അക്കാദമി നൽകിയിരിക്കുന്നത്. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചിട്ട് പി ഗോവിന്ദപിള്ള പറയുകയാണ്, മഹാകവി കെ വി സൈമൺ എന്ന ഈ മഹാനുഭാവന് മലയാളം അർഹിക്കുന്ന ആദരവ് നൽകിയില്ല എന്ന്. എന്നാൽ ഒരു വ്യക്തിപൂജ എന്നുള്ള നിലയിൽ അല്ല, നാം വ്യക്തികളെ പൂജിക്കുന്നവരല്ല, എന്നാൽ നമ്മെ നടത്തിയവരെ ഓർക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. അപ്പോൾ തന്നെ അവരിലൂടെ ദൈവം നമുക്ക് നൽകിയ സംഭാവനകളെ ലോകത്തിൻ്റെ മുൻപിൽ എത്തിക്കുവാൻ, അങ്ങനെ ലോകത്തിൻ്റെ സുവിശേഷവൽക്കരണത്തിൽ ഒരു പടി കൂടെ, ഒരു ചെറിയ ചുവടുവയ്പ് കൂടെ എടുത്തു വെക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഇന്ന് ഞാൻ ഓർപ്പിച്ചു, അതിൻ്റെ ആദ്യത്തെ ഒരു ശ്രമമാണ്, ഉദ്യമമാണ് നടക്കുന്നത്. ഈ കാര്യങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന എൻ്റെ ബഹുമാന്യ ജ്യേഷ്ഠ സഹോദരൻ വർഗീസ് മത്തായി,
അദ്ദേഹം ഒരു പത്തനംതിട്ട സ്വദേശിയാണ്. കത്തോലിക്ക പൗരോഹിത്യ പഠനം പൂർത്തിയാക്കി അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയ നാളുകളിൽ യഥാർത്ഥമായ ദൈവീക ബോധ്യം തിരിച്ചറിവുണ്ടായതിനെ തുടർന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും അങ്ങനെ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്ത അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ PhD നേടിയിട്ടുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ റാണി ആൻറ്റിയും രണ്ടുപേരും വളരെ ഉന്നതമായ പഠനങ്ങൾ നടത്തി ഇപ്പോൾ അമേരിക്കയിൽ ഷിക്കാഗോയിൽ പാർക്കുന്നു. അമേരിക്കയിൽ നിന്നും അവർ അധ്യാപകരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമേരിക്കയിൽ നിന്നും അവിടുത്തെ സർക്കാരിൻ്റെ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് സമ്പാദിച്ചുകൊണ്ട് ഇവിടെ കേരളത്തിൽ വന്നിരിക്കുകയാണ്. അവർ ഇവിടെ പഠനവിധേയമാക്കാൻ പോകുന്ന വിഷയം ഇപ്പോൾ നാം ചിന്തിക്കുന്ന വിഷയം തന്നെയാണ്. മഹാകവി KV സൈമൺ മലയാളത്തിന് എന്ത് സംഭാവന നൽകി? ഒരുപക്ഷെ മിൽട്ടനേക്കാൾ, കീറ്റ്സിനേക്കാൾ, ഷെല്ലിയേക്കാൾ ഒക്കെ ഉപരിയായിട്ടുള്ള സംഭാവനകളാണ് സാഹിത്യത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ളത്. അതൊക്കെയും താൻ ചെയ്തത് ദൈവരാജ്യ വ്യാപനത്തിന് വേണ്ടിയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ തന്നെ അതിൻ്റെ സാഹിത്യ നിലവാരത്തെ വില കുറച്ച് കാണാൻ കഴിയുകയില്ല. ആ ലക്ഷ്യത്തോടുകൂടി അദ്ദേഹം നടത്തുന്ന പഠനങ്ങൾ, അതിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം നമ്മോട് പറയുന്നതാണ്. നമ്മുടെ സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് 4-5 സൈമൺ ഗാനങ്ങൾ നമുക്കിവിടെ ഗായക സംഘം അവതരിപ്പിക്കും. ഓരോ ഗാനങ്ങളും അവതരിപ്പിച്ചതിന് ശേഷം ഈ അംഗീകാരം, സാർവത്രിക അംഗീകാരം നേടണമെന്നുണ്ടെങ്കിൽ മലയാള ഭാഷയിൽ ഒതുങ്ങി നിൽക്കാൻ സാധിക്കില്ല. അതൊക്കെ ഇംഗ്ലീഷിലേക്ക് പരാവർത്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട സഹോദരൻ വർഗീസ് മത്തായി ആ ഉദ്യമം ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹം ചില ഗാനങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള തർജ്ജമ നമ്മെ കേൾപ്പിക്കും. അതോടൊപ്പം തന്നെ വേദവിഹാരത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ചില സൂക്തങ്ങൾ നമുക്ക് കേൾക്കുവാൻ ഇടയാകും. അങ്ങനെ വളരെ ഫലപ്രദമായ ഒരു സമയം ഇവിടെ നമുക്കുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥനയോടെ ഇരിക്കാം. ഒടുവിൽ ഈ വലിയ ദൗത്യം നിർവഹിക്കുവാൻ ഇവിടെ ഇരിക്കുന്ന നമുക്കൊരുമിച്ച് കൂട്ടായിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു വെല്ലുവിളി നമ്മുടെ മുൻപിൽ, ഒരു വലിയ ചോദ്യചിഹ്നം വെച്ചിട്ട് അതിനുത്തരം കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടിയാണ് ഇന്നത്തെ ഈ ചെറിയ സംഗമം. ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു ഗാനം ഗായക സംഘത്തിൽ നിന്നും കേൾക്കാം. Hello. പാഹിമാം ദേവാ ദേവാ പാവനരൂപാ പാഹിമാം ദേവാ ദേവാ മുഖവാരിധി തന്നിൽ കേവലം വലയുന്ന മുഖവാരിധി തന്നിൽ കേവലം വലയുന്ന ദേഹികൾക്കൊരു രക്ഷാനൗകയ പരമേശ പാഹിമാം ദേവ ദേവ പാവനരൂപ പാഹിമാം ദേവ ദേവ
ലോകവും അതിലുള്ള സർവവും നിജവാക്കാൻ, ലോകവും അതിലുള്ള സർവവും നിജവാക്കാൻ ശാലവേ പടച്ചോരു ദേവനായക വന്ദേ മഹിമാം ദേവദേവ പാവനരൂപ മഹിമാം ദേവദേവ. ക്ഷമസങ്കടം നീക്കി പ്രാണികൾക്കനുവേലം, ക്ഷമസങ്കടം നീക്കി പ്രാണികൾക്കനുവേലം ക്ഷേമജീവിതം നൽകും പ്രേമകർമ്യമേ ദേവ മഹിമാം ദേവദേവ പാവനരൂപ മഹിമാം ദേവദേവ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അഭിമുഖമായി ഇരുന്ന് കേൾക്കുവാനും വിശകലനം ചെയ്യുവാനുമുള്ള ഒരു വിഷയമാണിത്. ഞാൻ നിൽക്കുന്നിടത്തു നിന്ന് ഏകദേശം 1/4 മൈൽ അകലെയാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെയുള്ള ക്രമീകരണങ്ങളിൽ പെട്ടെന്നുള്ള ചില വ്യത്യാസങ്ങൾ നിമിത്തം അവിചാരിതമായ ചില അസൗകര്യങ്ങൾ ഇപ്പോഴുണ്ട്. അവ പരിഹരിക്കുവാൻ നമ്മുടെ സഹോദരന്മാർ ശ്രമിച്ചു കൊണ്ടുമിരിക്കുന്നു. എൻ്റെ ആദ്യം ഉണ്ടായിരുന്ന പ്ലാൻ, നമ്മുടെ സംഗീതജ്ഞർ ഇവിടെ പാടുന്ന സമയത്ത് അതിൽ നിന്നും തിരഞ്ഞെടുത്ത വരികൾ, സൈമന്റെ പദ്യങ്ങളിൽ നിന്നുള്ള വരികളുടെ തർജ്ജിമ ഉടൻ തന്നെ നിങ്ങളെ കാണിക്കുക, എന്നിട്ട് അടുത്തതിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു. അത് ഒരു പക്ഷേ ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് മുമ്പ് സംഭവിച്ചെന്നിരിക്കും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ എന്തെങ്കിലും സൈമനെ കുറിച്ച് പൊതുവായിട്ട് പറയേണ്ട ആവശ്യമുള്ള ഒരു സദസ്സല്ല ഇവിടെ. ടാഗോറിന്റെ ഇന്ത്യ പോലെ സൈമൻ വേർപാട് സഭകൾക്ക് ഒരു കുലകവിയാണ്. എന്നാൽ സൈമന്റെ പ്രശസ്തിയും സൈമന്റെ ബുദ്ധിയും ഒരു കൊച്ചു സഭയിൽ ഒതുങ്ങി നിൽക്കേണ്ട സമ്പത്തുകളല്ല. അത് വിശ്വത്തിന് ദീപങ്ങളായിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. സൈമന്റെ ഗ്രാമത്തിൻ്റെ പുറത്തു വരണം. സൈമൻ ഒരു രാജ്യത്തിൻ്റെ സ്വത്താണ്. രാജ്യത്തിനപ്പുറമായിട്ട് ലോകത്തിന് ദൈവം നൽകിയ ഒരു വെളിച്ചമാണ്. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ദൈവം വിവിധ തലങ്ങളിലുള്ള വെളിച്ചങ്ങളെ സൃഷ്ടിച്ചു എന്ന് വായിക്കുന്നു. ചെറിയ വെളിച്ചങ്ങളും വലിയ വെളിച്ചങ്ങളും, പകൽ വാഴുന്ന വെളിച്ചവും രാത്രി വാഴുന്ന വെളിച്ചവും നക്ഷത്രങ്ങളും ഒക്കെ. സൈമൻ രാവും പകലും വാഴുവാൻ ദൈവം നിയമിച്ച ഒരു വലിയ വെളിച്ചമാണ്. അതൊരു വലിയ അവകാശവാദമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ ധാരാളം സമയം വേണം. പക്ഷെ ഈ അവസരം ഞാൻ അതിന് ഉപയോഗിക്കുന്നില്ല. സൈമന്റെ വരികളിൽ തന്നെ
ഒരു സൈമന്റെ പദ്യങ്ങളിൽ നിന്ന് തന്നെ ഒരു 2 വരികൾ ആദ്യമായിട്ട് മലയാളത്തിലുള്ളത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. കോരാൻ ഒരാളില്ലെങ്കിൽ കിണറ്റിലെ നീരാ സമൃദ്ധി കൊണ്ട് എന്തു ഫലം വിഭവം. വേദവിഹാരത്തിൽ നിന്നാണ് ഈ വരികൾ. അബ്രഹാമിനെ കുറിച്ചുള്ള പശ്ചാത്തലം വിവരിച്ചതിന് ശേഷം വലിയ സ്വത്തുക്കളുണ്ട്, മൃഗസ്വത്ത് ധാരാളമുണ്ട്, വെള്ളിയും പൊന്നുമുണ്ട്, ധാരാളം വേലക്കാരുണ്ട്, വേണ്ടി വന്നാൽ ഒരു സ്വകാര്യ ആർമി എന്നുള്ളതിൻ്റെ വാക്കെന്നാണ്, സ്വകാര്യ പട്ടാളം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് 318 അഭ്യാസികൾ, ഇതെല്ലാം അബ്രഹാമിൻ്റെ വീട്ടിലുണ്ട്. പക്ഷേ ഒരു മകനില്ല. ഇതെല്ലാം ഉണ്ട്, പക്ഷേ അവകാശിയായിട്ട് ഒരാളില്ലല്ലോ എന്നുള്ള അനേക ചിന്തകൾ അദ്ദേഹം തന്നെ ധ്വനിപ്പിക്കുന്നതിനുള്ളിൽ പറയുന്ന ഒരു കാര്യമാണിത്. കോരാൻ ഒരാളില്ല എങ്കിൽ, കിണറ്റിൽ ധാരാളം വെള്ളമുണ്ടെങ്കിൽ വിശേഷം എന്താണ്? ഞാൻ അതെടുത്ത് തർജ്ജമ ചെയ്തിരിക്കുന്നതിൻ്റെ വാക്കുകൾ ഇപ്പൊ കാണിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മുഖവുരയായി വായിക്കുന്നു. റിപ്ലിംഗ് സ്പ്രിങ്സ് ഇൻ ഹോംലി വെൽ, ഇഫ് നൺ ടു ഡ്രോ ടു വാട്ട് എ വെയിൽ. ഒന്നുകൂടെ വായിക്കാം. റിപ്ലിംഗ് സ്പ്രിങ്സ് ഇൻ ഹോംലി വെൽ, ഇഫ് നൺ ടു ഡ്രോ ടു വാട്ട് എ വെയിൽ. ദൈവം മനുഷ്യരോട് എഴുതാൻ ആവശ്യപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാരോട്. മോശയോട് ആവശ്യപ്പെടുന്നു, നീ ഒരു പുസ്തകം എഴുതിയിട്ട് പുസ്തകത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതി വെക്കണം. മോശ മരിക്കുന്നതിന് മുമ്പ് ദൈവം മോശയോട് ആവശ്യപ്പെടുന്നു, ഞാൻ നിന്നെ പഠിപ്പിച്ച സകല കാര്യങ്ങളും ഇസ്രായേലിന് വേണ്ടി കൊടുക്കാനുള്ള സകല ഉപദേശ സംഹിതകളും കൂടെ ഒരൊറ്റ പാട്ടിനകത്താക്കി നീ അത് ഇസ്രായേലിനെ പഠിപ്പിക്കണമെന്ന്. അതായിരുന്നു മോശയുടെ അവസാന ദൗത്യങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ അവസാന ദൗത്യം എന്ന് തന്നെ പറയാം. യെശയ്യാ പ്രവാചകനോട് കർത്താവ് പറയുന്നു, യെരമ്യാവിനോട് കർത്താവ് പറയുന്നു, ഹെബക്കൂക്കിനോട് കർത്താവ് പറയുന്നു, യോഹന്നാനോട് കർത്താവ് പറയുന്നു, ഇങ്ങനെ അനേകരോട് പറയുന്നു. അതുകൂടാതെ മറ്റ് പല വലിയ ശുശ്രൂഷകന്മാർക്കും പ്രവാചകന്മാർക്കും അപ്പോസ്തലന്മാർക്കും എല്ലാം ഉൾപ്രേരണ കൊടുത്ത് ദൈവം അവരെ കൊണ്ട് എഴുതിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സാമാന്യമായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനം പെട്ടെന്നൊരു ദിവസം നമുക്കില്ലാതെയായി പോകും. നമ്മളിൽ പലരും, ഞാൻ എൻ്റെ ഒരു സ്വന്തം അനുഭവം പറയാം. എൻ്റെ കുടുംബങ്ങളിലെ ഏതാണ്ട് ചരിത്രം ആരോ ഒക്കെ കുറിച്ച് വെച്ച് ഒരു 200 വർഷം മുമ്പ് വരെ അവരെവിടെ താമസിച്ചിരുന്നു, അവരിൽ ചിലരൊക്കെ ആരായിരുന്നു എന്നൊക്കെ ഗ്രഹിക്കാനുള്ള വഴികളുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ഓർക്കും, എൻ്റെ അമ്മയുടെ വല്യപ്പനെ ഞാൻ കൊച്ചിലെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ ഓർക്കാണ്, അയ്യോ, ആ വല്യപ്പച്ചനോട് അദ്ദേഹം എവിടെയാണ് ജനിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ വല്യപ്പച്ചനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ചരിത്രത്തിൻ്റെ നീളം കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാമായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ വല്യമ്മച്ചിയുടെ ആ ചരിത്രം എനിക്ക് പിന്നോട്ട് പോകാമായിരുന്നുവല്ലോ എന്ന്. ആള് മരിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് എന്തുമാത്രം നഷ്ടം വന്നു എന്ന് മനസ്സിലാകുന്നത്. ഈ നമ്മുടെ പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനമെന്ന് പറയുന്നതിന് വലിയ ആഴമുള്ള ഒരു കിണറാണ്. പക്ഷെ അത് കോരി നമ്മുടെ കയ്യിൽ കൊണ്ടുതരാനായിട്ട് ആരുമില്ലെങ്കിൽ അതൊരു വലിയ കഷ്ടം തന്നെയാണ്. ഈ സൈമനെ കുറിച്ച് പറയുമ്പോൾ കവിയാണ്, പക്ഷേ കവികൾ ധാരാളമുണ്ട്. പക്ഷേ സൈമൻ ഒരു സാധാരണ കവിയല്ല. സൈമൻ ഒരു അസാമാന്യ മഹാകവിയാണ്. ഒരു മഹാകവി എഴുതി എന്ന് പറയുന്നത് തന്നെ സൈമനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമാണ്. സന്ദർഭവശാൽ കോട്ടയത്ത് വന്നപ്പോൾ മാമൻ മാപ്പിള പറഞ്ഞു, ക്രിസ്തീയ കഥ അല്ലെങ്കിൽ ഒരു ബൈബിൾ കഥയെ ആസ്ഥാനമാക്കി ഒരു 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 ദീർഘമായിട്ടുള്ള കവിത അല്ലെങ്കിൽ ഒരു മഹാകാവ്യ, ഒരു കാവ്യ രൂപത്തിൽ വചനത്തിലുള്ള ഒരു പുസ്തകം ആക്കിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ സൈമൻ പണി ആരംഭിച്ചു. 1 വർഷം, അതിൻ്റെ ചില മാസങ്ങൾ, 1.5 വർഷം പോലും എടുക്കാതെ ഒരു മഹാകാവ്യം ചമച്ചു. അത് മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ബൈബിൾ പുസ്തകങ്ങളും കൂടെ അതുപോലെ ചെയ്യുവാൻ കഴിവുള്ള ആളും ഒരുക്കമുള്ള ആളുമാണ്. പക്ഷേ മറ്റൊരു യാഥാർത്ഥ്യം കൂടെ ഉണ്ട്. കവിത എഴുതുക എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്ത അനേക കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ്.
കവിത എഴുതുന്നു, ഗദ്യം എഴുതുന്നു, ജേർണലിസം നടത്തുന്നു, അതിനിടയിൽ പഠിപ്പിക്കുന്നു. 10-20 മൈൽ യാത്ര രാത്രിയിൽ നടന്നു പോയി മടങ്ങി വന്ന് പോകുന്ന വഴിയും വരുന്ന വഴിയും ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു, അതിനുള്ളിൽ പൊതുജനത്തെ പഠിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ നോക്കിയിട്ട് സൈമനുമായിട്ട് താരതമ്യം ഏതാണ്ട് പാശ്ചാത്യ ലോകത്തിൽ പറയാനുള്ളത് വെസ്ലിയാണ്. വെസ്ലി ഒരു വർഷം 5000 മൈൽ യാത്ര ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതായത് ആയുഷ്കാലം മുഴുവനും കൂടെ കൂട്ടിയാൽ 25,000 മൈൽ അദ്ദേഹം ഇംഗ്ലീഷ് രാജ്യ പരിസരങ്ങളിൽ ഇംഗ്ലണ്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ വെസ്ലി കുതിരപ്പുറത്തായിരുന്നു നടന്നത്. കുതിരപ്പുറത്ത് 14 മൈൽ ഒരു ദിവസം യാത്ര ചെയ്യുന്നതും, കാൽനടയായിട്ട് 20 മൈൽ കാട്ടിൽ കൂടെ മിക്കവാറും യാത്ര ചെയ്യുന്നതും വണ്ടിയില്ലാത്ത കാലത്ത്. ഒരു ഗ്രാമപ്രദേശത്ത് ഇറങ്ങിയാൽ ഒരു ബസ് സ്റ്റോപ്പ് ഇല്ലാതെ, ഒരു പള്ളിക്കൂടമില്ലാതെ, ഒരു ലൈബ്രറി ഇല്ലാതിരുന്ന കാലത്ത്